അങ്ങനെ ട്രിപ്പ് പോയെന്ന ക്ഷീണമൊക്കെ മാറി നമ്മൾ പിറ്റേ ദിവസം രാവിലെ നീച്ച് ചെന്നപ്പോൾ നമ്മൾ കാണുന്നത് മാമനും മക്കളൊക്കെ നൂറാങ്കോൽ കളിക്കും. ചിലപ്പോൾ ഇപ്പോഴത്തെ കുറേ ആൾക്കാർക്ക് ഇത് എന്ത് കളിയെന്ന് അറിയണ്ടാവില്ല. പക്ഷേ പണ്ടൊക്കെ നമ്മൾ ആൾക്കാർ സുലഭമായി കളിച്ചിരുന്ന കളിയാണ്. ലിമാടെ കുറ്റിച്ചിൽ 4 ഇറുക്കിലും പിടിച്ച് 10 ഒരേ വലുപ്പത്തിൽ ചെറുതായിട്ടും ഒന്ന് കുറച്ച് വലുതായിട്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കളിക്കാൾ എക്യുപ്മെന്റ്സ് ആയി. പിന്നെ അതങ്ങോട്ട് കളിക്കളത്തേക്ക് ഇടുക, അതിന് ഓരോന്ന് പെറുക്കിടുക. ഒരു ഗോൽ എടുക്കുമ്പോൾ മറ്റേ ഗോൽ അളകാൻ പാടില്ല. അതാണ് ബേസിക്കലി കളി. ഞാൻ പറഞ്ഞപ്പോൾ എത്ര നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പ്രായ ആൾക്കാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്ക് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ വാശിയേറിയ മത്സരങ്ങൾ ഇവിടെ നടക്കുന്ന അറിയാൻ വേണ്ടി അപ്പുറം സ്കോർ ബോർഡ് കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ കളിയുടെ സൗണ്ട് എഫക്ട്സ് ഒക്കെ നമ്മൾ ആദംബ്രോയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവരെ തന്നെ പ്രോ പ്ലേസ് എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്ന കുറേ ആൾക്കാർ പൊട്ടി പാളിസായി പോകണൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ കളി വാശിയേറി നടന്നുകൊണ്ടിരിക്കണേ നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ അങ്ങനെ കാര്യം നന്നായി നടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരണല്ലോ. നമ്മളെ പിള്ളേർക്ക് വീണ്ടും അതിൽ ജദ്ബളക തുടങ്ങി. അങ്ങനെ താൽക്കാലികത്തേക്ക് നമുക്ക് കളി മാറ്റി വെക്കേണ്ടി വന്നു. കാരണം സാഹചര്യം അന്തരീക്ഷം നമുക്ക് അനുകൂലമല്ല. ഈ ജദ്ബളയൊക്കെ നിൽക്കണവരെ നമ്മൾ എന്തായാലും സഹിച്ചേ പറ്റും. കുറച്ചേരം നമ്മൾ കാത്തിരുന്ന് നോക്കി, പക്ഷേ സാധനം നിൽക്കണില്ല. പിന്നെ നമ്മൾ എന്തായാലും നിർത്തിപ്പോന്നു. നമ്മൾ വട്ടാളഞ്ഞ് നോണർന്ന് ഒത്തിരി തുടങ്ങി. ഇതിന്റെ ഇടയിലും ചർച്ചാ വിഷയം നോം തന്നെ. കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? കണ്ടന്റുകൾ കൊടുക്കുക. അൻസിലിന്റെ ബ്ലോഗിന് റീച്ച് കിട്ടാൻ സഹായിക്കുന്ന ചില വഴികൾ താഴെ നൽകുന്നു. 1. ആകർഷകമായ ഉള്ളടക്കം, കോമ്പലിംഗ് കോണ്ടന്റ്, ഉയർന്ന നിലവാരമുള്ള പോസ്റ്റുകൾ, നന്നായി എഴുതിയതും വിവരങ്ങൾ നിറഞ്ഞതും ആകർഷകമായ ശൈലിയുള്ളതുമായ പോസ്റ്റുകൾ ഉണ്ടാക്കുക. വൈവിധ്യം, ലേഖനങ്ങൾ, ചിത്രങ്ങൾ. അങ്ങനെ വെട്ടളഞ്ഞിരുന്ന് നോക്ക് വാങ്ങിയ ശേഷം അവിടെ നമ്മൾ വില വില കിട്ടും. നമ്മൾ വിരലെത്തിപ്പെട്ട നമ്മളെ മച്ചാടെ വന്ന് ഒത്തിരിക്കണം. ഇവൻക്കാണെങ്കിൽ വ്ളോഗിൽ വരുന്നത് ഭയങ്കര ആഗ്രഹം. പക്ഷേ എന്താ ചെയ്യുക, എന്തെങ്കിലും ചെയ്താലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഇപ്പം ഈ മൊബൈലിൽ നിന്ന് വെച്ചിട്ട് കണ്ടന്റ് ആയിട്ട് കിട്ടുമെന്നൊക്കെ തോന്നിയില്ല. പിന്നെ നമ്മൾ അതിനിട്ടു.